അങ്ങനെ മൂഡ് സ്വിങ്സ് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. എല്ലാ തവണയും പീരിയഡ്സ് ആവുന്നതിൻ്റെ തലേ ദിവസം തന്നെ എനിക്കൊരു സിഗ്നൽ തരും, നാളെ പീരിയഡ്സ് ആവുമെന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം ഡേറ്റ് ആവേണ്ട സമയത്ത് ആവാണ്ട് വന്നപ്പോഴേ വിചാരിച്ചു എന്നേലും ഇതുപോലെ വലിഞ്ഞു കയറി വരുമെന്ന്. പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ചൂടുകഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ബീട്രൂട്ട് അച്ചാറും കൂടി എടുത്തു. അമ്മ ഉണ്ടാക്കുന്ന അച്ചാറിൽ എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് അച്ചാറാട്ടോ ഈ ബീട്രൂട്ട് അച്ചാർ. കഞ്ഞി അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാലും ഫേസിൽ യാതൊരുവിധ എക്സ്പ്രഷനും ഇല്ല, കാരണം നല്ല പെയിൻ ഉണ്ടായിരുന്നു. വേദന കാരണമാണെന്ന് അറിയത്തില്ല, കഴിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ അറിയാണ്ട് തന്നെ ഒരു ദീർഘശ്വാസം വിട്ടു. പൊതുവേ എനിക്ക് പീരിയഡ്സിന്റെ ടൈമിൽ ഭയങ്കര ക്രേവിങ്സാണ്, ഈ എരിവും പുളിയും മധുരവും ഒക്കെ തിന്നാൻ. പീരിയഡ്സ് ആയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, കറക്റ്റ് ടൈമിൽ പപ്പ ഐസ്ക്രീം വാങ്ങിച്ചിട്ടു. അത് തിന്നപ്പോൾ കിട്ടിയൊരു സുഖം ഉണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്പൈസി തിന്നാൻ തോന്നി. അന്നേരം ഞാൻ രാവിലെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ചധികം സ്പൈസി ആയിരുന്നു. എന്താണെന്നറിയത്തില്ല, അത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സുഖം കിട്ടി. ക്രേവിങ്സ് പിന്നെയും തീരാണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ രാത്രിയിലത്തേക്ക് പപ്പ കൊണ്ടുവന്ന പാസ്ത എടുത്തങ്ങ് ഉണ്ടാക്കി, അതും എൻ്റെതായ രീതിയിൽ. അതും കൂടി ചെന്നപ്പോൾ ആഹാ അന്തസ്. പാസ്ത കഴിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ മുന്നിലോട്ട് ദേ പപ്പ അൽഫാമും കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഒരു വിധത്തിൽ ചടപടാന്നെല്ലാം കവറെല്ലാം മാറ്റി വേഗം എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കണി കണ്ടയാളെ നാളെയും കണി കാണണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയോടെ ഇന്നത്തെ തീറ്റ മത്സരം ഇവിടെ നിർത്തുന്നു. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.